ഹലോ എവരിവൺ. അപ്പോൾ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ശരത്. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. സൂപ്പർമാൻ സിനിമ ഞാനിപ്പോൾ കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ റിവ്യൂ അപ്ലോഡ് ആകുമ്പോൾ ചിലപ്പോൾ വൈകിട്ടോ അറിയില്ല, നെറ്റിൻ്റെ ഒക്കെ സ്പീഡിനനുസരിച്ചിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നേരത്തെ കണ്ടായിരുന്നു തന്നെ, പിന്നെ മുമ്പ് റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അതുവരെ തന്നെ ആയിരിക്കും. ഇതധികം ഞാൻ വലിച്ചു നീട്ടാൻ നിൽക്കുന്നില്ല. പക്ഷെ ഈ റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളൊരു ജാക്ക് സ്നൈഡർ ഫാനാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹെൻറി കാവിലിന്റെ സൂപ്പർമാൻ്റെ ഫാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ ആ ഒരു ടൈപ്പ് ഓഫ് സ്യൂട്ടും ആ ഒരു ടൈപ്പ് ഓഫ് ഇത്തിരി ഗോഡ്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര മാനുഷികനായിട്ടുള്ള, അല്ലെങ്കിൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സൂപ്പർമാനായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷെ ഇത് ഞാൻ പറയാൻ കാരണം, പല ആൾക്കാരും പല വീഡിയോയിലും കമന്റ് സെക്ഷനിലും അല്ലെങ്കിൽ ഈ ട്രെയിലറിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ പല പ്ലാറ്റ്ഫോമുകളിലായിട്ടാണെങ്കിലും ഈ ഒരു സൂപ്പർമാനെ ഇങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതിന്റെ പേരിൽ അവർക്ക് ഹെൻറി കാവിലിനെ ആയിരിക്കാം ഇഷ്ടം. പക്ഷെ അത് വിട്ടുകളയാൻ പറ്റാത്തതിന്റെ പേരിൽ പലതരത്തിലും ബുള്ളിങ്ങും അല്ലെങ്കിൽ ഒരു തരത്തിൽ അത് അല്ലെങ്കിൽ ഭയങ്കര കളിയാക്കലും എന്നൊക്കെ ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിൽ. ഞാനൊരു വലിയൊരു ഹെൻറി കാവിൽ ഫാനാണ്. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഒരു ജസ്റ്റിസ് ലീഗിന്റെ ടീഷർട്ടും കൂടിയാണ്. അപ്പോൾ ഹെൻറി കാവിൽ ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ ബ്ലാക്ക് ആഡം സിനിമ തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ് ഞാൻ. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ, ഞാൻ ഹെൻറി കാവിലിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ DC അല്ല, അതിൽ വേറെ കുറെ ഇതുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഹെൻറി കാവിലിനെ കൊണ്ടുവന്നതെന്നും എന്തുകൊണ്ടാണ് പിന്നെ പിരിച്ചുവിട്ടതെന്നും. പക്ഷെ ഇതൊരു യൂണിവേഴ്സിന്റെ തുടക്കമാണ്. അപ്പോൾ ഹെൻറി കാവിലിനെ മാറ്റി ഒരു വേറൊരു സൂപ്പർമാനെ വെക്കുന്നത്, വേറൊരു ടൈപ്പ് സൂപ്പർമാൻ്റെ ഒരു സിനിമ ചെയ്യുന്നതിലും എനിക്കൊരു എതിർപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ട്രെയിലറും ഇതൊക്കെ വന്ന സമയത്ത് ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. എനിക്ക് ഇതിൽ സൂപ്പർമാൻ്റെ ആ ഒരു ട്രങ്ക്സ്, അതായത് നമ്മളൊക്കെ ജെട്ടി അല്ലെങ്കിൽ ഷഡ്ഡി എന്ന് പറയും, അത് പുറത്തുള്ളത് കാണുമ്പോൾ പലർക്കും അയ്യേ ഇതെന്താണിത് ഇങ്ങനെ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ ഞാൻ കണ്ടു തുടങ്ങി. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ സിനിമ കണ്ടു തുടങ്ങി. ഞാൻ ഈ സിനിമ കാണാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു നല്ലൊരു ഹെൻറി കാവിലിന്റെ ഒരു സൂപ്പർമാനിൽ നിന്ന് മാറി ഒരു സൂപ്പർമാൻ, അതായത് എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലാ ജീവനും രക്ഷിക്കാൻ ശ്രമിക്കുന്ന, എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു ബീക്കൺ ഓഫ് ഹോപ്പ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന അതാണ് സൂപ്പർമാൻ ശരിക്കും. കോമിക് ബുക്സിലാണെങ്കിൽ എല്ലായിടത്തും ഉള്ള സൂപ്പർമാൻ അതാണ്. നമ്മൾ കാണുന്ന ഹെൻറി കാവിലിന്റെ വേർഷൻ അല്ല. ഹെൻറി കാവിലിന്റെ ഒരു ഇൻജസ്റ്റിസ് എന്ന് പറയുന്ന ഗെയിം ഉണ്ട്, അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് വന്നേക്കുന്ന ഒരു വേർഷനാണ്. അത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പലർക്കും അത് അറിയേയില്ല. പക്ഷെ അങ്ങനെ ഒരു സൂപ്പർമാനെ പ്രതീക്ഷിച്ച്, ഒരു ലൈറ്റ് ഹാർട്ടഡ് സൂപ്പർമാനെ പ്രതീക്ഷിച്ചാണ് ഞാൻ കാണാൻ തിയേറ്ററിൽ പോയത്. അത് തന്നെയാണ് ഈ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഇതിൽ എനിക്ക് എന്ത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇവന്റെ പെർഫോമൻസ് ആണ്. സൂപ്പർമാനായിട്ടുള്ള നല്ല ഗംഭീര പെർഫോമൻസ് ആണ് അവൻ ചെയ്തിട്ടുള്ളത്. സൂപ്പർമാനായിട്ട് മാത്രമല്ല, അവൻ ക്ലാർക്ക് കെന്റ് ആയിട്ട് അഭിനയിക്കുമ്പോഴും, സൂപ്പർമാനാണ് ഈ പടത്തിൽ കൂടുതലും അവൻ ചെയ്യുന്നത്, ക്ലാർക്ക് കെന്റിനെ അല്ല. പക്ഷെ ആ ക്ലാർക്ക് കെന്റ് എന്ന് പറയുന്ന ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്ലാർക്ക് കെന്റ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു പോളാർ ഓപ്പോസിറ്റ് ആണ് സൂപ്പർമാൻ. സൂപ്പർമാന് ധൈര്യവും കോൺഫിഡൻസും എല്ലാം ഉള്ളൊരു നിവർന്ന് നിൽക്കാൻ ഉള്ള ഇതായിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ, ക്ലാർക്ക് കെന്റ് ഇത്രയും കൂടി ഒന്ന് പിന്നോക്കം വലിഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് അവൻ ചെയ്തേക്കുന്നത്. അത് നല്ല പോലെ അവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കുറെ കഥാപാത്രങ്ങൾ ഇതിൽ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ ഗ്രീൻ ലാൻഡേൺ, മിസ്റ്റർ ടെറിഫിക്, മെറ്റമോർഫോ, അല്ലാന്നുണ്ടെങ്കിൽ ലോയിസ് ലൈൻ, ലെക്സ് ലൂതർ, ഇവരെല്ലാവരുടെയും ക്യാരക്ടർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഒരു ക്രിപ്റ്റോ എന്ന് പറയുന്ന പട്ടിയാണ്. അത് ആ ഒരു പട്ടിയായി പൊതുവെ ക്രിപ്റ്റോനെ അവിടെ യൂസ് ചെയ്യാത്തതാണ്. നിങ്ങൾ കോമിക് ബുക്ക് വായിക്കുകയാണെങ്കിൽ ക്രിപ്റ്റോനെ പലർക്കും അറിയാവുന്ന ഒരു ഇതായിരിക്കും. കൊച്ചു ടി വി കണ്ടിട്ടുള്ളവർക്കും പലർക്കും ക്രിപ്റ്റോ ആരെന്ന് അറിയാൻ പറ്റും. ക്രിപ്റ്റോനെ നല്ലപോലെ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ലെക്സ് ലൂതർ അഭിനയിച്ച ആളുടെ പെർഫോമൻസ്. നിക്കോളാസ് ഹോൾട്ട് എന്നാണ് ആളുടെ പേര്. നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഈ സിനിമയിൽ ആക്ഷൻ സീക്വൻസസ് ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ഒരു വളരെ നല്ലൊരു സിനിമ കണ്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഒരു തരത്തിലും എനിക്ക് സിനിമ കണ്ടിട്ട് പോരാ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നിട്ടില്ല. എനിക്ക് സിനിമ കണ്ടു, എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ആ സിനിമ തോന്നിയത്. ഒരു യൂണിവേഴ്സ് തുടങ്ങുമ്പോൾ അവർ ചെയ്യുന്ന ഒരു സിനിമ, അതും സൂപ്പർമാനെ വെച്ച് തന്നെ തുടങ്ങുന്നു. അതും നല്ലൊരു തുടക്കമാണ് അവർ തുടങ്ങിയേക്കുന്നത്. ജെയിംസ് ഗൺ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ആ ക്യാരക്ടറിനെ മനസ്സിലാക്കി അരച്ച് കലക്കി കുടിച്ച് പഠിച്ചിട്ട് ആണ് ആ സിനിമ ചെയ്തേക്കുന്നത് എന്നുള്ള കണ്ടാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ആക്ഷൻ സീക്വൻസസ് ഞാൻ പറഞ്ഞു, പല സിനിമകളിലും സൂപ്പർമാന്റെ ആക്ഷൻ സീക്വൻസസിന് അധികം ഇത് കൊടുക്കാറില്ല. ഒരു ഇടിച്ചു ആള് വേറൊരു സൈഡിലേക്ക് പോയി, പിന്നെ വേറൊരു ഇടിച്ചു, ഇതാണ്. അതിന് പകരം ഇത്രയും കൂടി സൂപ്പർമാന്റെ ആക്ഷൻ സീക്വൻസസിന് കുറച്ച് ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സൂപ്പർമാന് ഇത്തിരി എന്താ പറയാ, ഭയങ്കര ശക്തിശാലിയായിട്ടല്ല കാണിച്ചേക്കുന്നത്. സൂപ്പർമാനും വേദനിക്കും എന്നുള്ളത് കാണിക്കുന്നുണ്ട്.
ഇതിൽ കുറെ നല്ല മെസ്സേജുകൾ ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ കോമിക് ബുക്ക് ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ, പ്രത്യേകിച്ച് സൂപ്പർമാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടും. അതല്ല സൂപ്പർമാന്റെ ആ ഒരു ഹെൻറി കാവിലെ കണ്ട അതാണ് സൂപ്പർമാൻ, അങ്ങനെ ആയിരിക്കണം എന്ന് പ്രതീക്ഷിച്ചാണ് നിങ്ങൾ പോകുന്നതിന് ചിലപ്പോൾ ഇഷ്ടപ്പെടണം എന്നില്ല. ഇതിൽ എന്ത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ എടുത്ത് പറയത്തക്ക വിധം ഒന്നും ഇല്ല. പിന്നെ എനിക്ക് പറയാവുന്ന ഒരു കാര്യം, പോസ്റ്റ് ക്രെഡിറ്റ്സിന്റെ ഞാനത് പറയുന്നില്ല, സാധാരണ സിനിമയല്ല, തുടങ്ങുമ്പോൾ ഞാൻ അധികം ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷെ ആകപ്പാടെ ഉണ്ടായിരുന്ന ആ ഒരു സ്യൂട്ട് അത് അരോചകമായിട്ടൊന്നും തോന്നുന്നില്ല. ആ ഒരു ട്രങ്ക്സ് ഇട്ട് സൂപ്പർമാൻ നിൽക്കുമ്പോൾ അത് ട്രെയിലറിൽ കണ്ട ഒരു ഇതായിരുന്നുണ്ടെങ്കിലും അത് പിന്നീട് മാറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിനിമയിലും അത്ര വലിയ എടുത്ത് നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ കുഴപ്പമില്ല, ഒരു സിനിമ എന്നുള്ള നിലയിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സൂപ്പർമാൻ എന്ന സിനിമയ്ക്ക് ഒരു 8.5 ഔട്ട് ഓഫ് 10 തന്നെയാണ് ഞാൻ കൊടുക്കുക. വളരെ നല്ലൊരു തുടക്കം തന്നെയാണ് DC യൂണിവേഴ്സിന് ഈ ഒരു സിനിമയിൽ നിന്ന് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഈ യൂണിവേഴ്സിൽ സൂപ്പർ ഗേൾ വരുന്നുണ്ട്, പീസ് മേക്കർ സീസൺ 2, അല്ലെങ്കിൽ ക്ലേ ഫേസ്, ഇനിയിപ്പോൾ ബാറ്റ്മാന്റെ സിനിമ ഉണ്ടാവും. ഇതൊക്കെ കാത്തിരിക്കുകയാണ് ഇവര് എങ്ങനെയാണ് ഈ യൂണിവേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. കാരണം മാർവലിൽ കാണിക്കുന്ന പോലെ ഒരു ഹീറോസിന്റെ തുടക്കമോ അങ്ങനെയല്ല. ഈ യൂണിവേഴ്സിലെ എല്ലാ ഹീറോസും അവിടെ ഓൾറെഡി ഉണ്ട്. അവിടെ ഓൾറെഡി കുറെ വർഷമായിട്ട് ആ ഹീറോ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ ഉള്ളൊരു ക്യാരക്ടറായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഐ എം എക്സൈറ്റഡ്. നല്ലൊരു തുടക്കമാണ്. ഇനി എങ്ങനെയാണ് യൂണിവേഴ്സ് മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്കറിയില്ല. അടുത്ത സൂപ്പർ ഗേൾ സിനിമ എന്ന് പറയുന്നത് ലാൻഡേൺസിന്റെ വെബ് സീരീസ് വരുന്നുണ്ട്. ഓവറോൾ എ വെരി ഗുഡ് മൂവി. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ DC ഫാൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർമാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയി കാണാം എന്നേ ഞാൻ പറയുള്ളൂ. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ തീരുമാനമാണ്, ഞാനല്ല പറയേണ്ടത്. നിങ്ങൾ പോയി കാണാൻ, നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടാവും. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുമില്ല, അത് വേറെ കാര്യം. എനിക്ക് എന്തായാലും സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു എന്റർടൈനിങ് മൂവി തന്നെയായിരുന്നു. ഇനി ഈ മാസം ഇനിയിപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തത് ഫാന്റാസ്റ്റിക് 4 സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയും കൂടുതൽ റിവ്യൂസ് ആയിട്ടും റിയാക്ഷൻസ് ആയിട്ടും ഞാൻ ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയൊരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്തെന്നല്ല, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ചാനലിൽ നമുക്ക് ഇപ്പോൾ തുടങ്ങുന്ന അല്ലെങ്കിൽ തുടക്കമാണ് എന്നുള്ള സാഹചര്യത്തിൽ നമ്മുടെ ചാനലിൽ ഒരു പുഷ് കിട്ടണം. യൂട്യൂബിന്റെ ആ ഒരു അൽഗോരിതം ഇതൊക്കെ വെച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നടക്കില്ല. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അങ്ങനെ സൂപ്പർമാൻ ഒരു നല്ല സിനിമയാണ്. ഐ വുഡ് റെക്കമെൻഡ് നിങ്ങൾ പോയി കാണണം എന്നാണ് ഞാൻ പറയാം. പക്ഷെ താല്പര്യമില്ലെങ്കിൽ കാണണ്ട, നിങ്ങളുടെ ഇഷ്ടം. എനിവേ, ഞാൻ ഈ കൂടുതൽ റിയാക്ഷൻ വീഡിയോസ് ആയിട്ടും റിവ്യൂസ് ആയിട്ടും വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ഗുഡ് ബൈ.